ഞങ്ങൾ പത്തനംതിട്ട വന്നപ്പോഴത്തേക്ക് ബീനാമ്മയുടെ വീട് വരെ വന്നിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് കുഞ്ഞിക്കിളിക്ക് എന്താ കൊടുക്കാൻ വേണ്ടി നമ്മൾ പോണേ? പോളിയോ 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 കഴിക്കാൻ പോവാണ്. പോളിയോ കഴിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിക്കിളിയായിട്ട് ഞങ്ങൾ പോവാണേ. ഇപ്പം കുഞ്ഞിക്കിളി പോളിയോ അടിക്കാൻ വേണ്ടിയുള്ള പോക്കാണ് കേട്ടോ. എൻ്റെ മോള് ഞാൻ കളിച്ച് വളർന്ന സ്ഥലത്തും കൂടെ ഞാൻ കോളേജിലും സ്കൂളിലൊക്കെ പഠിച്ചപ്പോൾ ഒരുപാട് ഓർമ്മകളുള്ള എൻ്റെ ബസ് സ്റ്റാൻഡാണ് കേട്ടോ. അതൊക്കെ വേറൊരു ദിവസം പറയാം. പഴയ ബസ് സ്റ്റാൻഡായിരുന്നു, ഇപ്പോൾ അത് പുതുക്കി വീണ്ടും നല്ല സൂപ്പറായിട്ട് പണിതു. അവിടെയാണ് ഈ പോളിയോ കുഞ്ഞിക്കിളി കുടിച്ചത്. പക്ഷേ എല്ലാ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്ത് എന്തായാലും ഇവിടെ വന്നിട്ട് ഇത് കണ്ടല്ലോ, അപ്പോൾ കുടിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങ് പോയേക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങളത് കുഞ്ഞിക്കിളിക്ക് പോളിയൊക്കെ കൊടുത്തു. പോളിയോ കുടിച്ചിട്ട് വരുന്നില്ല, അവർക്ക് വീണ്ടും വേണമെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുക. ഞങ്ങൾ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഞങ്ങൾ കുഞ്ഞിക്കിളി അവർക്ക് ബായിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ബസ് കയറാൻ വേണ്ടി പോയി കേട്ടോ. ഇതാണ് ഞങ്ങളുടെ പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. സൺഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇവിടുന്ന് ഇപ്പം മേൽപ്പാലമൊക്കെ വരുന്നത് കൊണ്ട് കുറേ പുരോഗമനം ഉണ്ടായി കേട്ടോ. പഴയത് മോഡലേ അല്ല. നമ്മൾ കണ്ടാലിപ്പോൾ ഒരു എറണാകുളം മോഡലൊക്കെ ആകാൻ വേണ്ടിയുള്ള ഇതാണെന്ന് തോന്നുന്നു. മേൽപ്പാലമൊക്കെ വന്നു. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പോകേണ്ടത് ഇതിനി KSRTC കേട്ടോ. പുതിയ KSRTC ബസ് സ്റ്റാൻഡാണിത്. ഇതാണ് പുതിയ KSRTC കേട്ടോ. അപ്പോൾ പത്തനംതിട്ടക്കാർക്ക് എല്ലാവർക്കും ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ യാത്രയിലെ പുതിയ കാഴ്ചകൾ അടുത്ത വീഡിയോയിലിടാം. താങ്ക് യു സോ മച്ച്.